പിള്ളേരെപ്പോഴത്തെ കാര്യം ഇറങ്ങിയിട്ടുണ്ട്. കമാൺ ഇനി അതിനകത്ത് ഞങ്ങള് ജീവിക്കണോ താമസിക്കണോ? അവിടെ കിടന്നടി പിള്ളേരെപ്പോഴത്തെ കാര്യം പിള്ളേരെപ്പോഴത്തെ കാര്യം ഇറങ്ങിയിട്ടുണ്ട്. കമാൺ ആരെയാ പിടിക്കാൻ പോകുന്നത്? പട്ടിയെപ്പിടുത്തക്കാരിയല്ലേ പട്ടിയെപ്പിടുത്തക്കാരി. പട്ടി പിള്ളേരല്ലേ? അപ്പൊ പിള്ളേരെപ്പിടുത്തക്കാരി. കൈ കാണിച്ച് വിളിക്കാനായിട്ട് ബിസ്ക്കറ്റും ഉണ്ട്. ഞാനാ മേക്കപ്പ് ചെയ്തത്. എങ്ങനെയുണ്ട്? എങ്ങനെ പിടിക്കാൻ പോകുന്നത്? ചാക്ക് തുറക്കും, ചാക്ക് എയർ കയറ്റും. എയർ കയറ്റിട്ട് ബിസ്ക്കറ്റ് കാണിച്ച് വിളിച്ചകത്തോട്ട് ഇട്ടിട്ട് ചാക്ക് കൂട്ടും. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ മീനെ പിടിക്കും. ഓട്ടിച്ചിട്ട് പിടിക്കും. ഓക്കെ. ആ പിള്ളേരെപ്പിടുത്തക്കാരൊക്കെ ഉള്ള സമയാന്നേ. അവളെ കെട്ടത്തില്ല. അങ്ങനൊന്നും പിടിക്കാൻ സമ്മതിക്കത്തില്ല. അച്ഛന്റെ കോട്ടാന്നോ? അതാരമില്ല പോട്ട്. ഇതാ കണ്ടവര് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കണ്ടവര് കൊടുക്കുന്ന കണ്ടവര് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. എന്താ മോളെ? കേറിയോ? കിട്ടിയോ? എന്താ പറ്റി? ഒന്നോട്ട് ഇട്ടോക്കെ. ഇനി ഒന്ന് കയറുമോ നോക്കട്ടെ. ശിവനെ രക്ഷപ്പെട്ടു കേട്ടാ. ബിസ്ക്കറ്റ് അതിനകത്ത് തിന്നാ. ഇനി കയറുമോന്ന് നോക്കാം കേട്ടാ. വാങ്ങിച്ചു തരാം. പിന്നെ കണ്ടാ ബുദ്ധി മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചൊന്നിട്ടേ നോക്കട്ടെ. കേറുന്നു മനസ്സിലായി കേട്ടാ. നീ കയറത്തില്ലായിരുത്തോ? അപ്പൊ ഇനി അടുത്ത ആളിനെ കൊണ്ടുവരട്ടെ. നീ പ്രായം അനുസരിച്ച് അടുത്തത് കല്ലുവാ കേട്ടാ. നീ കയറണ്ട. വിളിച്ചോ. ബിസ്ക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവള് പിന്നെ എന്തും ചെയ്യും. കയറാൻ വഴിയില്ല. അതിന്റെ അടിയിൽ കൂടെ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ പിള്ളേരെപ്പെടുത്തക്കാർക്ക് കാലിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഇല്ല രക്ഷപ്പെട്ട്. പിള്ളേരെപ്പെടുത്തക്കാർക്ക് അവളെ തൂക്കാൻ പറ്റത്തില്ല. അവളെടുത്തോ അത്? എടേ ഇങ്ങോടി കല്ലു. അവള് മണപ്പിക്കുന്ന സൗണ്ട് കണ്ട. തൊപ്പലും എല്ലാം വീഴുന്നടി. അനങ്ങല്ലേ കത്തോ. പിടിച്ചോ കിട്ടിയോ? കിട്ടി. ഇപ്പൊ മനസ്സിലായല്ലോ പിള്ളേരെ. അയ്യോ ഊരിപ്പോ. എടുത്ത് തിന്നടി. തിന്നിട്ടാ നടക്കുന്നത്. നീ ഇല്ല. അവളെ ഈസി ആയിട്ട് കയറുവാൻ തോന്നുന്നു കേട്ടോ. മണ്ടിയാ. കേറുന്നു. ഇല്ലടി അവള് കേറത്തില്ല. ഇത് കണ്ടോടി. എത്ര പിള്ളേരെപ്പെടുത്തക്കാർ വന്നു കഴിഞ്ഞാലും ഹാപ്പി കയറത്തില്ല. നീ കേറി കാണിക്കുവോ അല്ലേടി? കേറി. നമുക്കിപ്പോ നോക്കാന്ന്. അതാ പിന്നെ കേറുന്നത്. പറ്റുന്ന അബദ്ധം റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ ഉണ്ട്. ബാക്കി ആരും രണ്ടാമത് കയറിയില്ല. പോട്ടെ. ഇവളെ ഈസി ആയിട്ട് ഫുള്ള് കയറി. ഒരബദ്ധം 3 വട്ടം അപ്ഗ്രേഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ ഉണ്ട്. ഓക്കെ ഞാൻ അടുത്ത ആളെ കൊണ്ടുവരട്ടെ. പിന്നെ സത്യമായിട്ട് നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. അവള് നിന്നെ ചാക്കിലാക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നോക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവളെ അത്ര വട്ടം വേണേലും കയറും. നോക്കട്ടെ. അവരെ കടിക്കും. എന്റെ കൈ എടുത്തിട്ട് ചാക്കിലുണ്ട് കുഞ്ഞി. കേറിപ്പോയി. ഈസി ആയിട്ട് കയറിപ്പോയി.
രണ്ടാമത് പറ്റിയത് ആ ഇപ്പൊ എങ്ങനെ പിടിക്കാമല്ലോടി? ചെറു വലിയ ചാക്കുണ്ട്, ഈസി ആയിട്ട് പിടിക്കാം ഇവിടെ കേട്ടാ. നിന്നെ ഞാൻ ഓൾറെഡി ചാക്കി കയറ്റി കൊണ്ടുപോയി. എന്റെ ഗോഡൌണിലാണ് നീ ഇപ്പൊ. ചെറു വലിയ ചാക്കാന്നുണ്ടാ നീ പുല്ലുപോലെ കേറിയാനടി. പിള്ളേരെ പിടുത്തക്കാരി അവള് വെറും 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 കാലണയുടെ ബിസ്ക്കറ്റിന് വേണ്ടി അവൾ അതിനകത്ത് കയറത്തില്ല. കയറി 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 പൊക്കിക്കോ ചാക്കിക്കോ. ചിറ കയറ്റാൻ പറ്റുമോ നോക്ക്. എന്താ മോളാ? കള്ളിപ്പെണ്ണാന്നോ? ആ കണ്ടോ, 2 കാല് കയറ്റി കണ്ടോ? ഫുള്ള് 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 ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. എല്ലാ ബിസ്ക്കറ്റും അവളെ എടുത്തടി. ഇപ്പൊ മനസ്സിലായടി കണ്ടവരുടെ ചാക്കിനകത്ത് കയറുന്നു. അവള് മൊത്തം കയറിയടി. വണ്ടി ഇവിടെ വാടി. എന്റെ അടുത്ത് പിണക്കമായിരിക്കും. നീ ചാക്കിലാക്കത്തില്ലെന്ന് പറ. നീ ആജീവനാന്ത കാലം നീ ചാക്കിനാക്കത്തില്ല. പ്രോമിസ് പ്രോമിസ് പ്രോമിസ്. നീ ടെറിമാമനെ ഈസി. ഇനി വേണ്ട ഇയാൾ. ഇനി ബിസ്ക്കറ്റ് ഇല്ല. എന്റെ എന്തോ അതിനകത്ത് ചിക്കൻ ഇട്ടാ പോലും കയറത്തില്ല. വെളിയിൽ വെച്ചാ തിന്നും. ഇനി ഒന്നുകൂടി നോക്ക്. വേണ്ട വേണ്ട. ഒരു വട്ടം ചാക്കിലാക്കിയത് ഞങ്ങൾ ശ്രമിച്ചു. ഇനി ഞങ്ങളെ ആക്കാൻ പറ്റത്തില്ല. നീ ചാക്കിലാകുമെന്ന് എനിക്കറിയാം. പിന്നെ 10 വട്ടം പറ്റിച്ചാലും നീ ചാക്കിൽ കയറും. കേറുന്നില്ല കേറുന്നില്ല. അവൻ അടിയിൽ ഊട്ടായിട്ട് തിന്നാനുള്ള പരിപാടി. അവനെ കയറ്റിയാ പറ്റത്തുള്ളൂ. കയറട്ടെ കയറട്ടെ കയറി 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 കയറി. ഒരു കാലൂടെ കയറിയാ മതി. ഒരു കാലൂടെ കയറിയാ മതി. എന്നാ പിന്നെ അതിനകത്ത് ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന്. അയ്യോ എന്നാ പിന്നെ അവിടെ ഇരുന്ന് ഉറങ്ങാവുന്നത്. ഓ അയാൾക്ക് വലിയ ആവേശമൊന്നും ഇല്ല. എന്നാ പിന്നെ അതിനകത്തൊക്കെ അതിനകത്ത്. ഇനിയുള്ള ജീവിതം അവിടെ ആയിക്കോളാം. എന്നാ പിന്നെ എല്ലാരും അവിടെ എന്ന് നമ്മക്ക് അതിനകത്തൊന്ന് രക്ഷപ്പെടുകയൊന്നും വേണ്ട. ഉറങ്ങാൻ സ്ഥലമുണ്ടോ? തിന്നാൻ ബിസ്ക്കറ്റ് ഉണ്ടോ? ഇത് ഞങ്ങൾക്ക് സ്വർഗം സ്വർഗം. എടാ എഴുന്നേറങ്ങി പോടാ. എടാ നിന്നെ അതിനകത്ത് തന്നെ ഇരിക്കുന്നത് കണ്ട്. അവിടെ കിടന്ന് ഓ അതിനകത്ത് തന്നെ ഇരിക്കുന്നു. യാതൊരു അനക്കവും ഇല്ല. ഓ ഒന്ന് തുറന്നു വിട്ടേ. നോക്കട്ടെ ജീവനുണ്ടോന്ന് നോക്കട്ടെ. അയ്യേ അതിനകത്ത് വായിരുന്നു ഉറങ്ങുന്നു. ഒന്ന് ഊരിക്കൊറി. എന്തൊരു ഉടായിപ്പാടാ നീ. അതാ ഇത്രേ ഉള്ളു. തട്ടിക്കൊണ്ട് പോണോ? പൊയ്ക്കോ. ഒന്നുകൂടെ നോക്കേടി. ഒരു ബിസ്ക്കറ്റ് കൂടി ഇട്ടേ നോക്കട്ടെ. ഇവന് പ്രാന്താന്ന് തോന്നി. എടി മോളെ ഇതുപോലെ മുട്ടായി ഒന്നും ഇട്ട് ചാക്കിനകത്ത് കയറാൻ സമ്മതിക്കരുത് കേട്ടാ. ഇനി അവൻ രണ്ടാമത് കയറാൻ ചാൻസ് ഇല്ല. ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെയും കയറാൻ പോന്ന്. എടാ ഞാൻ ജന്മനാ മണ്ടരാൻ തോന്നുന്നു. ഓക്കെ തനിയെ കേറി. കേറണോ? ഇനി അതിനകത്ത് ഞങ്ങള് ജീവിക്കണോ താമസിക്കണോ? അവിടെ കിടന്നടി. ഇവിടെ എന്തുകൂടെ ഇവര് ഭ്രാന്താന്നൂടെ. എല്ലാരും കിടന്നടാ മോനെ. ഇതിനകത്താരാ? അവൻ ഇറങ്ങത്തില്ല. നീ ഊരിക്കൊറി. ഒരു ബിസ്ക്കറ്റ് കൂടെ കൊടുത്ത എനിക്ക് കയറുമെന്നറിയാവല്ലോ. ഇവൻ സൈക്കോ തന്നെ. ഇവൻ സൈക്കോയാ. ഇവനെ കൊണ്ടുപോകുന്ന ഒരു പിറ്റേന്ന് തന്നെ എനിക്ക് കൊണ്ടുവിടും. അവരുടെ വീട്ടിലുള്ള എല്ലാവരും തിന്നും. ഒരു കലം ചിക്കൻ, ഒരു കലം ചോറ്, പിന്നെന്തുവാ അതിനകത്ത് ആഹാരം വെച്ചു കൊടുത്താൽ അവനകത്ത് ജീവിച്ചോളും. എത്ര സ്ഥലം കുറവാണോ അത്രയും സുഖം. കൊല്ലം ജില്ലയിലെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് കയറ്റിയെന്നും പറഞ്ഞിട്ട് നീ ഇതേപോലെ കയറരുത് ചാക്കിനകത്ത്. അയ്യോ അയ്യോ അയ്യോ. ഇനി അടുത്ത ഓണത്തിന് പാതാളത്തിൽ നിന്ന് വന്നാ മതി.
അരിയുടെ ചാക്ക നമുക്ക് കൊണ്ട് കടയിൽ കൊടുത്താലോ? വാ പോവാ. അവന് ഹെൽമെറ്റ് പോയി. ചാക്കി കയറ്റിയെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പണക്കോ ഇല്ലെന്നാടി അവള് പറയുന്നത്. ഇനി ചാക്കി കയറ്റത്തില്ലെന്ന് പറഞ്ഞ എല്ലാവരും സോറി പറ. വീണോ? ആര്? ഓടി വാ ഓടി വാ ഓടി വാ. വീഴുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെന്തായാലും പറഞ്ഞല്ലോ കുഞ്ഞി പിന്നെ കരച്ചിൽ തുടങ്ങി.